لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന ഈ ലോകത്ത് പലതരത്തിലുള്ള സൈൻ ബോർഡുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴി ഏതാണ് എന്നും ആ വഴിയിൽ ഓരോ വളവിലും തിരിവിലുമൊക്കെ അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്, വഴി മാറിപ്പോകാതിരിക്കാനുള്ള അടയാളങ്ങളുണ്ട്, എഴുത്തുകളും അതുപോലെ തന്നെ ചില സിംബലുകളൊക്കെ ആയിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരുപാട് ബോർഡുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഈ ജീവിതയാത്രക്കിടയിൽ ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളുമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കാണുകയും അതുപോലെ തന്നെ പലരും ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരം സൈൻ ബോർഡുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കാതെ പോവുകയും ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യവുമുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സക്ക് പോയ ഒരു മനുഷ്യൻ അയാളുടെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഡോക്ടർ അതിന് മരുന്നുകളൊക്കെ കുറിച്ചു കൊടുത്ത് കൂടെ കുറച്ച് നിർദ്ദേശങ്ങൾ പറയും. ഭക്ഷണം ഇങ്ങനെ ചെയ്യണം, കുളിയും നനയൊക്കെ ഇങ്ങനെ ആകണം, ഈ നേരത്തൊക്കെയാണ് ഇത് കുടിക്കേണ്ടത്, മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പ്രകൃതിയുടെ അന്തരീക്ഷത്തിന്റെ ചൂടും തണുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. രോഗം ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുക? ഇതൊക്കെ അവഗണിച്ചു മൈൻഡ് ചെയ്യാതെ പോയാൽ എന്താണ് സംഭവിക്കുക? ആ രോഗം മൂർച്ഛിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നത് നമുക്കറിയാം.
നമ്മുടെ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള ട്രാഫിക് നിയമങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ മുറിച്ച് കടക്കേണ്ടത്, ഈ റോഡിൽ എത്ര സ്പീഡിലാണ് നമ്മൾ ഓടിക്കേണ്ടത്, എങ്ങനെയുള്ള വാഹനത്തിൽ തന്നെയാണെങ്കിലും എന്തൊക്കെ ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിനൊക്കെ മുന്നറിയിപ്പുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, ചില താക്കീതുകളൊക്കെ ഉണ്ട്. നമുക്ക് അത് പാലിക്കാതെ പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ കാലാവസ്ഥകളിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച്, റെഡ് അലേർട്ടിനെ കുറിച്ചും യെല്ലോ അലേർട്ടിനെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം വായിക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സന്ദർഭങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഇതൊന്നും പാലിക്കാതെ ഒരാൾ മത്സ്യം പിടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച്, കാലാവസ്ഥകളിൽ പെട്ടെന്നുണ്ടായേക്കാവുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകും, ഒരുപാട് ദുരന്തങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധിക്കുമെന്നതിൽ സംശയമില്ല. ചില നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരാൾ കടന്നു വന്ന ഒരാൾ പറഞ്ഞു, പോകുന്ന വഴിയിൽ ഒരു നായയുണ്ട്, ഒരു പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പും എത്ര സൂക്ഷിച്ചായിരിക്കും നമ്മൾ വെക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ജാഗ്രത കാണിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ മുന്നോട്ട് പോവുക. എന്നാൽ ചില ആളുകൾ ഇത്തരം നിർദ്ദേശങ്ങളെയൊക്കെ എന്ത് ചെയ്യും, അവഗണിക്കും. എങ്ങനെയാണ് അവർ അവഗണിക്കുക? ഒന്നുകിൽ അവർക്ക് വലിയ ആത്മവിശ്വാസമായിരിക്കും, ഇതൊന്നും നിന്നെ ബാധിക്കണ വിഷയമല്ല, ഞാൻ അതിനേക്കാളൊക്കെ കരുത്തനാണ്, അതൊക്കെ മറികടക്കാനുള്ള തന്ത്രവും ബുദ്ധിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇതൊന്നും ഇന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ ചിലർ ഇതിനൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ അതിസാഹസികതയ്ക്ക് മുതിർന്ന എത്രയോ ആളുകളാണ് ഒഴുക്കിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് ഈ ജീവിതയാത്രയിൽ വലിയ അപകടങ്ങളിൽപ്പെട്ട് ജീവിതത്തെ അവസാനിപ്പിച്ചത്. എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വലിയ അഹങ്കാരിയായിരിക്കും, അഹങ്കാരത്തോടു കൂടി, ഈഗോ കാരണം അഹങ്കാരത്തോടു കൂടി, ഒരു തരം ധിക്കാരത്തോടു കൂടി ഇത്തരം നിർദ്ദേശങ്ങളെയൊക്കെ മറികടന്നു പോകുന്ന നമ്മൾ കാണും. പലപ്പോഴും ഈ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഈ ചട്ടക്കൂടുകളും അതിർത്തികളും അതിർവരമ്പുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലും, ഈ ദുനിയാവിലും അതുപോലെ നാളെ ആഖിറത്തിലും രക്ഷപ്പെടാൻ വേണ്ടി സർവശക്തനായ പടച്ചതമ്പുരാൻ ഒരുപാട് സൈൻ ബോർഡുകൾ നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് താക്കീതുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചില വേലികൾ കെട്ടിയിട്ടുണ്ട്, ചില അതിർവരമ്പുകൾ ഇട്ടിട്ടുണ്ട്, അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഒരു ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകും. ചില ആളുകൾ വലിയ ധിക്കാരികളായി മാറും, അഹങ്കാരികളായി മാറും. എന്ത് പടച്ചോൻ എന്ന നിലയ്ക്ക് ഈ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒന്നും പാലിക്കാതെ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. എന്താ സംഭവിക്കുക? അയാൾക്ക് വലിയ അപകടമാണ് സംഭവിക്കുക എന്ന് ഖുർആൻ നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. ഇത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോ നമുക്ക് വലിയ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കും, താൽക്കാലിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. സുഗമമായി നമ്മൾ NH-ലൂടെ യാത്ര പോവുകയാണ്, അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോർഡ്, നിങ്ങൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയുക. ആ റോഡിലൂടെ പോയാൽ അല്പം പ്രയാസം നമുക്കറിയാം, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, കുറച്ച് ഇടങ്ങേറായിട്ട് പോകണം, ഇടുങ്ങിയ വഴിയുമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, അത് പറ്റില്ല, ഈ ട്രാഫിക് നിയമത്തെ മറികടന്ന് ഈ റോഡിലൂടെ തന്നെ പോകണം എന്ന് നിശ്ചയിച്ച് അയാൾ പുറപ്പെട്ടാൽ തൊട്ടടുത്ത് ചിലപ്പം വലിയ ഘടകമായിരിക്കും, വലിയ അപകടമായിരിക്കും, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലക്കായിരിക്കും ആ റോഡ് ഉണ്ടാകുക. അതേസമയം ഇവിടെ കുറച്ച് പ്രയാസം സഹിച്ച് മുന്നോട്ട് പോയാലോ, നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലും പരത്തിലുമുള്ള നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി, ഈ ദുനിയാവിലെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു കുറെ താക്കീതുകൾ, കുറെ മുന്നറിയിപ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളിലേക്കും അത് തന്നിട്ടുണ്ട്, എല്ലാ സമുദായങ്ങളിലേക്കും അത് തന്നിട്ടുണ്ട്. ഓരോ കാലത്തും ഓരോ താക്കീതുകാർ വന്നിട്ടുണ്ട്. ചിലർക്ക് ചില വേദഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഏടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. പലപ്പോഴും പുതിയ ജനറേഷൻ, പുതിയ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ എന്ന നിലക്ക് കുട്ടികളോട് പറയും, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇത്ര സമയം കൊണ്ട് തിരിച്ചെത്തണം
എന്തിനാണെന്ന് പറയുന്നത്? കുട്ടി ചിന്തിക്കുക, എന്റെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ല, എന്തൊരു ഇടങ്ങേറാണത്. പാപ്പനെ കൊണ്ട് തോറ്റു, ഉമ്മനെ കൊണ്ട് തോറ്റു. മുന്തിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്, താക്കീതാണ്. ഈ താക്കീതുകളെ, നിർദ്ദേശങ്ങളെ നമ്മുടെ മക്കൾ പാലിക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് മുതിർന്ന നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഓരോ നിർദ്ദേശങ്ങളും അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നമ്മളൊരു തൈ വെച്ചാൽ, ഒരു ചെടി നട്ടാൽ അതിന് ചുറ്റും നമ്മളൊരു വേലി കെട്ടും, ഒരു വളപ്പ് കെട്ടും, കുറച്ച് കല്ലൊക്കെ എടുത്തു വെക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാനാണ്. ഈ ചെടി സുരക്ഷിതമായി വളരാൻ വേണ്ടിയുള്ള വേലിക്കെട്ടുകളാണ്. അതേസമയം ഈ വേലിക്കെട്ടുകളെ കുറിച്ച് ഈ ചെടി ചിന്തിക്കുകയാണ്, എന്താണ് എനിക്ക് വളർന്ന് പന്തലിക്കാൻ വേണ്ടി ഈ വേലിക്കെട്ടൊക്കെ ഒരു തടസ്സമായിട്ട് ചിന്തിച്ചാലോ? നമ്മളൊരു പുതിയ വീടുണ്ടാക്കി, വീടിന് ചുറ്റും മതിൽ കെട്ടുന്നത് എന്തിനാണ്? അതിനുള്ളിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ്. അതിന്റെ ഉള്ളിലേക്ക് ശത്രുക്കൾ പെട്ടെന്ന് കയറി വരാതിരിക്കാനാണ്, ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷിതത്വത്തിനും നമ്മുടെ സുരക്ഷിതമായ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വേലിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തകർത്ത് കളയാനല്ല, നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് എന്ന് ഓരോ മുഅ്മിനും മനസ്സിലാക്കി അള്ളാഹിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിലും താക്കീതുകാരെ നമ്മൾ അയച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വ നദീറ, ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വ നദീറ. സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ അറിയിച്ചു കൊടുത്തുകൊണ്ട് ചില ഘട്ടങ്ങളിൽ താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുമായി, ഹക്കുമായി, മതത്തിന്റെ യഥാർത്ഥമായ സത്യവുമായി റസൂലുകളെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ്. മാത്രല്ല, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു മുന്നറിയിപ്പുകാരനെയും പറഞ്ഞേക്കാതെ ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ അവരിലേക്ക് റസൂലുമാരെ, പ്രവാചകന്മാരെ, ഇത്തരം മുന്നറിയിപ്പുകളും ഒക്കെ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾ വരുമ്പോ, ഇത്തരം ബോർഡുകൾ കാണുമ്പോൾ, നിർദ്ദേശങ്ങൾ കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്നതിനെ സ്വീകരിക്കുന്നവരുണ്ടാവും, മറ്റൊരു കൂട്ടരോ ഇതൊന്നും നമ്മളെ ബാധിക്കണ വിഷയമല്ല എന്ന് പറഞ്ഞ് അതിനെ കളവാക്കുകയോ മൈൻഡ് ചെയ്യാതെ പോവുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നവരുണ്ടാകും. ഖുർആൻ പറഞ്ഞു, വയുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം. റസൂൽ വന്നപ്പോഴും ചില ആൾക്കാർ കളവാക്കി. അപ്പൊ അള്ളാഹു പറയാണ്, അത് മുമ്പുള്ളവരിലും ഉണ്ടായിട്ടുണ്ട്. മുമ്പും കുറച്ച് ആൾക്കാരൊക്കെ വന്നു, അവരെയും ചില ആളുകളൊക്കെ കളവാക്കിയിട്ടുണ്ട്. ജാഅതുഹും റസൂലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബ്രി വബിൽ കിതാബിൽ മുനീർ. അവരുടെ റസൂലുമാർക്ക് എങ്ങനെ വന്നത്? വെറുതെ എന്തെങ്കിലും കഥയിട്ട് വന്നവരല്ല, വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് അവർ വന്നത്. പ്രകാശം നൽകുന്ന വേദഗ്രന്ഥമായിട്ടാണ് അവർ വന്നത്. ചിലർക്ക് ഏടുകളുമായി, രേഖകളുമായിട്ടാണ് അവരൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള നിബന്ധനകളെ, നിർദ്ദേശങ്ങളെ ചില ആളുകളൊക്കെ അവഗണിച്ച് തള്ളും, ചില ആളുകൾ അത് സ്വീകരിക്കും. അത്തരം ആളുകൾ ഈ സമീപനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ ദുനിയാവിൽ വെച്ച് ചെറിയ ചെറിയ ബോർഡുകളെ, നിർദ്ദേശങ്ങളെ പാലിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ചെറിയ അപകടങ്ങളെക്കാൾ ജീവിതം തന്നെ അപകടത്തിലായി പോകുന്ന അപകടങ്ങളിലേക്ക് മനുഷ്യർ വീണുപോകുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെ നമ്മൾ പരിഗണിക്കാതെ പോയാൽ, അള്ളാഹു നമ്മളോട് സൂചിപ്പിച്ച താക്കീതുകളെ നമ്മൾ പരിഗണിക്കാതെ, മുഖവിലക്കെടുക്കാതെ പോയാൽ വലിയ അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകുമെന്നതാണ്. എന്നാൽ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളിൽ വലിയ പ്രതീക്ഷ വേണം. അള്ളാഹു നൽകുമെന്ന് ഏറ്റ കരാറുകളിൽ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹ് ഒരു കരാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഒരു വാഗ്ദാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യസന്ധമായി പുലരുമെന്ന് വലിയ പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്തുണ്ടാകണം. അള്ളാഹു പറഞ്ഞ താക്കീതുകളിലോ നമുക്ക് അല്പം ഭയപ്പാടുണ്ടാകണം, കുറഞ്ഞൊരു പേടി നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം നിയമങ്ങൾ എവിടെയൊക്കെ ഉണ്ടാവുക? വ്യക്തിപരമായ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ നിയമനിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബ വിഷയങ്ങളിൽ ഉണ്ടാവും, അതുപോലെ സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഉണ്ടാവും, അതുപോലെ നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകളിൽ ഉണ്ടാവും, ഇടപാടുകളിൽ ഉണ്ടാവും. ഇതിലൊക്കെ അള്ളാഹു കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഈ വിഷയത്തിൽ എന്താ നിർദ്ദേശിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്ത് നിർദ്ദേശ പറഞ്ഞിട്ടുള്ളത്?
ആ വിഷയത്തിൽ നമ്മൾ അവരെ ആ മുഖവിലേക്ക് എടുക്കണം, അനുസരിച്ചു പോകണമെന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറയണോ, അല്ലാഹുവിനെയും അവിടുത്തെ റസൂലിനെയും ആരനുസരിക്കുന്നുവോ, അല്ലാഹുവിനെ ഈ വിഷയങ്ങളിൽ ആരാണ് ഭയപ്പെടുന്നത്, ആരാണ് അവന്റെ നിർദ്ദേശങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത്, അവരാണ് വിജയിക്കുന്നവർ, അവർക്കാണ് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിർദ്ദേശങ്ങളും നിയമങ്ങളും താക്കീതുകളൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഭദ്രതയോട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, സുരക്ഷിതമാക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സർക്കാർ ഇറക്കുന്ന നിയമങ്ങളാണെങ്കിലും ആ നിയമങ്ങൾ എന്തിനാണ്, അത് മറികടന്നാൽ ഉണ്ടാകുന്ന വലിയ ഫൈനിനെ കുറിച്ച്, സർക്കാർ നൽകുന്ന വലിയ ശിക്ഷകളെ കുറിച്ച് താക്കീതാണ് അതൊക്കെ. അത് മറികടക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അനിഷ്ടങ്ങളെ കുറിച്ച്, അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ്. ബൈക്ക് യാത്രക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ കുറിച്ച് ഇപ്പോൾ സർക്കാർ പുതിയ നിയമം ഇറക്കിയിട്ടുണ്ട്. ഹെൽമറ്റ് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കുക എന്നത് അങ്ങനെ ഇസ്ലാമിലെ നിയമമൊന്നുമല്ല. പക്ഷെ എന്താണ്, ഇവിടെ ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മളോട് പറഞ്ഞു, ഈ നിയമങ്ങൾ പാലിക്കണം. യാത്ര ചെയ്യുമ്പോൾ ബൈക്കുകാർ പോകേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും, അത് പാലിക്കണം. അത് പാലിച്ചാൽ എന്താ ഗുണം, സർക്കാരിന് എന്താ നഷ്ടം, എന്താണ് ഗുണം? സർക്കാരിനേക്കാളും അത് ഈ മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ജീവനുള്ള ആ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിച്ചാൽ അവൻ അനുഭവിക്കേണ്ട പ്രയാസങ്ങളെ കുറിച്ച്, അയാൾക്ക് അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ കുറിച്ച്, അയാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്ന കുടുംബം അനുഭവിക്കേണ്ട പ്രയാസങ്ങളെ കുറിച്ച്, ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ചേർത്തിട്ടാണ് സർക്കാർ ഒരു നിയമം വെക്കുന്നത്. അത് പാലിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിലോ അതിന് ഫൈൻ ഉണ്ടാവും, വലിയ ശിക്ഷ ഉണ്ടാവും. മാത്രമല്ല, ഇതിനപ്പുറത്ത് നമുക്കൊരു അപകടം സംഭവിച്ചാൽ നമുക്ക് ദാരുണമായ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ നിയമങ്ങൾ. അത് നമ്മൾ പാലിക്കണം. ഞാൻ സൂചിപ്പിച്ചത്, സർക്കാർ കേവലം ഈ ലോകത്തെ, ഈ ഭൗതിക ലോകത്തെ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു നിയമം പറയുന്നു. അതിനൊരു വലിയ സംഖ്യ ഫൈന് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളത് പാലിക്കുന്നു. അത് ഉൾക്കൊണ്ട് പാലിക്കുന്നവരുണ്ട്, ഫൈന് പേടിച്ച് പാലിക്കുന്നവരുണ്ട്. എത്ര പറഞ്ഞാലും ഇത് ബൈക്കിന്റെ മുകളിൽ നിന്ന് എടുത്ത് തലയിലേക്ക് വെക്കാൻ ഒരു കാക്കിക്കുപ്പായക്കാരനെ കാണുന്ന സന്ദർഭം വരെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് സൂചിപ്പിച്ചത്. ചില ആൾക്കാർ ഇത് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് നേരത്തെ ഈ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇതൊക്കെ പാലിക്കും. ചില ആളുകളോ ആ ഘട്ടം വരുമ്പോൾ ചിലപ്പോ പാലിക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എന്നേക്കുമായുള്ള ജീവിത നിയമങ്ങളാണ്. നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള നിയമങ്ങളാണ്. നരകത്തിന്റെ വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിയമങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹിനെ അനുസരിച്ചാൽ, റസൂലിനെ അനുസരിച്ചാൽ, അള്ളാഹിനെ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഭയപ്പെടുകയും ചെയ്താൽ, അള്ളാഹുവിൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോയാൽ, ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ടാവും? അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നോക്കൂ, പലപ്പോഴും ഈ ഭൗതിക ലോകത്തിന്റെ, ഇഹലോകത്തിന്റെ പളവളപ്പിൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മറന്നുപോകും. ചിലപ്പോ ഇവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ജീവിക്കേണ്ടത് എന്ന നിയമങ്ങളുടെ ബോർഡുകൾ, നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകളൊക്കെ പലപ്പോഴും നമ്മൾ മറന്നുപോകും. ഈ നമ്മുടെ മനസ്സ് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ തരം തോന്നലുകൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടും. ഇതൊക്കെ നമ്മുടെ നിയമങ്ങളുമായി തട്ടിച്ചു നോക്കണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓളങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനുള്ളതല്ല. അവിടെ ചിലപ്പോൾ ചില അതിർത്തികൾ നമ്മൾ പാലിക്കേണ്ടി വരും. അതിർവരമ്പുകൾ ഉണ്ടാകും, നിയമങ്ങൾ ഉണ്ടാവും, നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ മുന്നറിയിപ്പുകൾ മറന്നു പോകാതെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഈ മുന്നറിയിപ്പുകൾ മറന്നു പോകാതെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് അള്ളാഹിന്റെ അടുക്കൽ വിജയിക്കാൻ പറ്റും. അല്ലെങ്കിലോ നമ്മുടെ ജീവിതം വലിയ പരാജയമായി മാറും എന്നത് പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ഹബീബായ റസൂലുള്ള ഒരിക്കൽ പറഞ്ഞു, മസലീ വ മസലുക്കും, എന്റെയും
നിങ്ങളുടെയും ഒക്കെ ഉപമ എന്ന് പറഞ്ഞാൽ കമസലി റജുലിൻ ഔഖദ നാറൻ, ഒരു മനുഷ്യനെ പോലെയാണ്. എന്താണ് അയാൾ ചെയ്യണത്? ഔഖദ നാറൻ, അയാൾ ഒരു തീ കത്തിച്ചു, ഒരു വിളക്ക് കത്തിച്ചു. തീ കത്തിച്ചിട്ട് ആ കത്തിച്ച തീ ഇങ്ങനെ കാളിങ്ങനെ കത്തുന്ന സമയത്ത് എന്താ സംഭവിക്കണത്? ഫജഅലൽ ജനാദിബു വൽ ഫറാശ് യഖഅന ഫീഹാ, അതിലേക്ക് കുറെ പ്രാണികള്, ചെറിയ ചെറിയ പ്രാണികളും പറന്നു വരുന്ന ജീവികളൊക്കെ അതിലേക്ക് ഇങ്ങനെ പാറിയെടുക്കുന്നുണ്ട്. അവർ വെളിച്ചം കണ്ടിട്ടാ വരുന്നത്, അല്പം ചൂട് കിട്ടുമല്ലോ എന്ന് കരുതിയാ വരുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ അപകടത്തെ പറ്റി അവർക്ക് ബോധമില്ല. അപ്പോ ഇയാൾ എന്താ ചെയ്യണത്? എല്ലാവരും വന്ന് ചാടിക്കോട്ടെ എന്ന് പറയില്ല. അപ്പോ അവര് ഈ മനുഷ്യനിലേക്ക് ഇങ്ങനെ ആട്ടി അകറ്റാണ്, അതിലേക്ക് ഒരു പ്രാണിയും വീണു പോകരുത്, ഈ തീയിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാകരുത് എന്ന് കരുതി ഈ മനുഷ്യൻ അതിന്റെ ചുറ്റിലേക്കും ഇങ്ങനെ അതിനെ ഇങ്ങനെ വകഞ്ഞു വകഞ്ഞ് മാറ്റി കൊടുക്കുന്നുണ്ട്. അവർ റസൂൽ എന്നിട്ട് പറയാണ്, ഇതുപോലൊരു മനുഷ്യന്റെ ഉപമയിലാണ് ഞാനുള്ളത്. ഞാൻ എന്താ ചെയ്യണത്? അനാഹിദുൻ ബിഹുജസിക്കും അനിന്നാർ, ഓരോ മനുഷ്യന്റെയും അരക്കെട്ട് പിടിച്ചിട്ട് നിങ്ങളൊന്നും ആ വലിയ അഗ്നിയിൽ, നരകത്തിന്റെ തീയിൽ വെന്ത് വെണ്ണീറാകരുത് എന്ന നിലക്ക് നിങ്ങൾ അരക്കെട്ടിൽ മുറുക്കി പിടിച്ച് ഞാൻ നിങ്ങളെ വലിച്ചു പുറത്തേക്ക് എടുക്കണ്ട്. ചിലര് രക്ഷപ്പെടുന്നുണ്ട്, ചില ആൾക്കാരെന്ത് ചെയ്യും? ഇതൊന്നും പരിഗണിക്കാതെ ചിലര് റസൂലിന്റെ കൈകളിൽ നിന്ന് കുതറി ഓടുകയാണ്. റസൂലിന്റെ കൈകളിൽ നിന്ന് കുതറി ഓടിയിട്ട് ഈ നരകത്തിന്റെ അഗ്നിയിലേക്ക് അല്ലെങ്കിൽ ഈ തീയിലേക്ക് എടുത്ത് ചാടുകയാണ് എന്ന് ഹബീബായ റസൂൽ ഒരു ഉപമ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങള്, നിർദ്ദേശങ്ങള്, ചില ആളുകള് ഒക്കെ പല രൂപത്തിൽ പല കോലത്തിൽ വേദഗ്രന്ഥങ്ങളുടെ വഴിയിൽ പരിശുദ്ധ ഖുർആന്റെ കോലത്തിലൊക്കെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, നരകത്തിലേക്ക് വീണു പോകാതിരിക്കാനാണ്. പക്ഷേ ഈ കണ്ണു മഞ്ഞളിക്കുന്ന ചില പ്രകാശങ്ങളിൽപ്പെട്ട് ചില നൈമിഷികമായ ചൂടനുഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഇത്തരം തീകളിലേക്ക് പോകുമ്പോ പലരും മുന്നറിയിപ്പുകൾ നൽകും, താക്കീതുകൾ നൽകും, ചില ബോർഡുകൾ ഉണ്ടാവും. ഇതൊന്നും പാലിക്കാതെ നമ്മൾ ഇത്തരം ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ കുതറി ഓടിപ്പോയാൽ എന്താണ് സംഭവിക്കുക? അവർക്ക് നാളെ വലിയ അഗ്നിയിൽ വീണെരിയേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, താക്കീതുകളും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വരിഞ്ഞു മുറുക്കാനല്ല, ഈ ജീവിക്കുന്ന ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമായും അതുപോലെ തന്നെ മനോഹരമായും കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചു മനസ്സിൽ ടെൻഷൻ ഒഴിവായി മുന്നോട്ട് പോകാനുള്ള ചില വേലിക്കെട്ടുകളും അതിർത്തികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹ് നമ്മളോട് ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹ്യപരമായി, സാമ്പത്തികമായ വിഷയങ്ങളിൽ നമ്മളിത് പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുക. ഈ നിയമങ്ങളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും ഉള്ളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ജീവിത സുഖമായിരിക്കും. അല്ലാഞ്ഞാൽ വലിയ പാപങ്ങളിൽ നമ്മൾ വീണുപോകും, വലിയ തെറ്റുകുറ്റങ്ങൾക്ക് നമ്മൾ അടിമയായി പോകും. അതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷക്ക് അത് അനുഭവിക്കുന്നവരായി നമ്മൾ മാറും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാമിന്റെ അതിർത്തികളെ കൃത്യമായി ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെയും അവിടുത്തെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും താക്കീതുകളെയും മുന്നറിയിപ്പുകളെയും ഒക്കെ സൂക്ഷിക്കണമെന്നും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 14-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, വമൻ യഅ്സില്ലാഹ വറസൂല വയതഅദ്ദ ഹുദൂദഹു, ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ നിയമനിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നതിന്റെ പേരിൽ ധിക്കാരപൂർവ്വം അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും അവിടുത്തെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ അവഗണിച്ചാൽ, ധിക്കരിച്ചാൽ, വയതഅദ്ദ ഹുദൂദ, ആരാണ് അള്ളാഹുവിന്റെ അതിർത്തികളെ മറികടക്കുന്നത്, അവർക്ക് എന്താണ് സംഭവിക്കുക? യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ
വലഹു അദാബും മുഹീൻ. ഖുർആൻ പറയുന്നത് യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും. അവർക്ക് പിന്നെ അവിടെയാണ് അവരുടെ ജീവിതവാസം. വലഹു അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യകരമായ അപമാനകരമായ ശിക്ഷയാണ് അവിടെയുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൽ നിങ്ങൾ പകർത്തുക, മാത്രമല്ല ആളുകൾക്ക് എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് ഇത്തഖിൽ മഹാരിമ എന്നതാണ്. ഇത്തഖിൽ മഹാരിമ, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കുക എന്നതാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, ഈ ജീവിതത്തിൽ നമ്മുടെ ഇടപെടലിൽ കൊണ്ട് ഓരോ സന്ദർഭത്തിലും നമ്മിലേക്ക് വരുന്ന ഹറാമുകളെ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് റസൂൽ പറഞ്ഞു, തകുൻ അഅ്ബുദൻ നാസ്, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആബിദായി, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി നിനക്ക് മാറാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളൊക്കെ എന്താണ്? ഇത്തരം ഹറാമുകൾ, അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. രോഗം കാരണം പ്രയാസപ്പെടുന്നവർ പ്രത്യേകം ദുആക്ക് വേണ്ടി വസിയത്ത് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ കടം ബാധിച്ച് വലിയ പ്രയാസത്തിലുള്ള ഒന്ന് സഹോദരന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാനസികവും ശാരീരികവുമായി വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യമാക്കി ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന് ഊതി വെക്കുന്ന ആളുകളുണ്ട്. ഇക്കൊല്ലമെങ്കിലും പോകാനുള്ള ആ അഡ്മിഷൻ അതിലേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിലാകണം എന്ന നിലയ്ക്ക് ദുആക്ക് വേണ്ടി പറഞ്ഞവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ഫضل കൊണ്ട് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ മഹലിലുള്ളവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും ഈ ഉമ്മത്തിനെയും ഒക്കെ നീ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണ റഹ്മാനെ. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് നാഥ. അവർക്കൊക്കെ നീ മനസ്സിന് സ്വസ്ഥതയും ശരീരത്തിന് സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറാനുള്ള വഴികൾ നീ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സൽക്കർമ്മങ്ങളിൽ ഞങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.